ஹலோ கைஸ், வெல்கம் பேக் டு அனதர் வீடியோ. இன்னைக்கு இந்த வீடியோவில் எதை பற்றி பார்க்க போகிறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம சுராஜ் சார் நடித்த படைக்கல மூவி சீன் 1 தான் இன்னைக்கு வந்து ரியாக்ட் பண்ண போகிறோம். ஏற்கனவே வந்து பார்த்தீங்கன்னா, நம்ம சேனலில் வந்து நிறைய மூவி வந்து ரியாக்ட் பண்ணி அப்லோட் பண்ணியிருக்கோம். ரீசெண்டாக வந்து பார்த்தீங்கன்னா, தொடர் மூவி, அதுக்கு முன்னாடி வந்து ஃபுல் பனி மூவி, இப்போ ரீசெண்டாக வந்து நிறைய மூவி வந்து பார்த்தீங்கன்னா நம்ம ரியாக்ட் பண்ணியிருக்கோம். பார்க்காதவங்க கண்டிப்பாக செட் பண்ணி பாருங்கள். நம்ம சுராஜ் சாருக்கு இதை வந்து பார்த்தீங்கன்னா ஃபஸ்ட்டு அவர் நடித்ததில் ஃபஸ்ட்டு இதாக வந்து பார்த்தீங்கன்னா ஃபுல் மூவி வந்து நம்ம ரியாக்ட் பண்ணுறோம். ரிவ்யூ வந்து நல்ல ரிவ்யூவாக தான் வந்து சொன்னாங்க. நம்ம போய் பார்ப்போம். பார்த்துட்டு அதுக்கப்புறம் அதை பற்றி பேசுவோம். வீடியோக்களை பார்த்துக்கு முன்னாடி இன்னும் நீங்கள் நம்ம சேனல் சப்ஸ்கிரைப் பண்ணால் கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்கள். சப்ஸ்கிரைப் பண்ணாதனாலும் பரவாயில்ல, ஒரு லைக் மட்டும் தட்டி விட்டுருங்க. இப்போ வாங்க வீடியோக்குள்ளே போகலாம். മന്ത്രവും മായാജാലവും സാധാരണമായിരുന്ന ഒരു കാലത്ത് വിജയനഗര വാണിരുന്ന ആദിത്യ മഹാരാജാവ് തന്റെ വിനോദത്തിനായി ഒരു മാന്ത്രിക വസ്തു നിർമ്മിച്ചു. നിരന്തരമായി ആ വസ്തു ഉപയോഗിച്ചിരുന്ന രാജാവ് അതിന്റെ സാധ്യത വിനോദത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് മനസ്സിലാക്കി. ലോകത്തെ നിയന്ത്രിക്കാൻ കെൽപ്പുള്ള ഒരു ശക്തിയാണ് തന്റെ പക്കലുള്ളത് എന്ന് തിരിച്ചറിയുന്ന രാജാവ് അതിന്റെ സാന്നിധ്യം ഒരു രഹസ്യമായി സൂക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് സാധിക്കുന്നില്ല. ആദിത്യ രാജാവിന്റെ പക്കലുള്ള ഈ വസ്തുവിനെ കുറിച്ച് അറിഞ്ഞ് പടയുമായി എത്തിയത് ടിപ്പു സുൽത്താനാണ്. രാജാവിനെ കപടതന്ത്രങ്ങളാൽ കീഴ്പ്പെടുത്തുന്ന ടിപ്പു താൻ തേടി വന്നത് സ്വന്തമാക്കുന്നു. ലോകം കീഴടക്കാനായി പുറപ്പെട്ട ടിപ്പു തന്റെ പടയോട്ടത്തിലെ സുപ്രധാന ആയുധമായി ആ വസ്തുവിനെ മാറ്റുന്നു. തിരുവിതാംകൂറിലെ കാർത്തിക തിരുനാൾ രാജാവിനെ കാണുന്നത് വരെ. മഹാമന്ത്രവാദിയായ കരിങ്കുട്ടിയുടെ സഹായത്തോടെ രാജാവ് ടിപ്പുവിനെ തോൽപ്പിക്കുന്നു. ടിപ്പുവിന്റെ പക്കലുണ്ടായിരുന്ന ആ വസ്തു കാർത്തിക തിരുനാൾ രാജാവിലേക്ക് വന്നു ചേരുന്നു. ആ വസ്തുവിൽ ഒതുങ്ങിയിരിക്കുന്ന അപകടം രാജാവ് തിരിച്ചറിയുന്നു. ആ ശക്തിയുടെ ദുരുപയോഗം തടയാൻ രാജാവ് യുദ്ധം ജയിച്ച സ്ഥലത്ത് അതിനെ മറവ് ചെയ്ത് യഥാസ്ഥാനം താളിയോലുകളിൽ രേഖപ്പെടുത്തി രഹസ്യമായി വെക്കുന്നു. തുടർന്ന് വരുന്ന നൂറ്റാണ്ടുകളിൽ ആ വസ്തുവിന്റെ സാന്നിധ്യം ആരാലും അറിയാതെ പോകുന്നു. അതിന്റെ ചരിത്രം ആ രാജപരമ്പരകളിലെ ഒരു കെട്ടുകഥയായി മാറുന്നു. എന്നാൽ പല തലമുറകൾക്കിപ്പുറം കെട്ടുകഥയിലെ ചരിത്രം മനസ്സിലാക്കിയ ഒരാൾ അതിന്റെ സത്യം തേടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാജാവ് യുദ്ധം ജയിച്ച സ്ഥലത്തേക്ക് എത്തുന്നു. ചേട്ടാ, ചിത്തിര തിരുനാളല്ല, കാർത്തിക തിരുനാൾ കോളേജ്. അധികം പഠിപ്പിക്കില്ല ചേട്ടാ. ഇന്നലെയാണ് അവിടെ ആളുണ്ടായിരുന്നത്. അല്ല കുഴപ്പമില്ല, ഞാൻ ഒന്നും ഓർഡർ ചെയ്യാം. കോളേജ് ഓർഡർ ചെയ്യാം. എടാ, ഒരു ടൈം മെഷീൻ കിട്ടും. എന്തിനായിരുന്നു? ഒരു ടീഷർട്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്തേ. ഒരു ദിവസം മുന്നേ ഓർഡർ ചെയ്തായിരുന്നെങ്കിൽ ഇന്നലെ ഡെലിവർ ആയ. എടാ, നീ സൂര്യയുടെ മറ്റേ 24 വാച്ച് ഓർഡർ ചെയ്യടാ. നമ്മളൊക്കെ അങ്ങനെ ചെയ്യാറ്. ഇരുന്ന് വരക്കടാ അങ്ങോട്ട്. അവന്റെ ടൈം കോമഡി കാര്യത്തിൽ സീരിയസ് ആണോ വേണ്ടത്? ഞാൻ മറ്റു പറയണേ. എടാ, മറ്റേ സൂപ്പർമാൻ വിളിച്ച് ഭൂമി തിരിച്ചിറക്ക, അങ്ങനെ ടൈം ട്രാവൽ ചെയ്തിന്റെ പഴയപോലെ കേൾക്കണില്ലല്ലേ? രസമുണ്ട്. എടാ, അതെ, നമുക്ക് ഇവന്റെ വാഴപ്പിക്കാൻ എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യാം. 4 ക്രീം സ്ട്രൈക്ക് ആണ്, ക്ലാസ് ഒന്നും ഇല്ല ചേട്ടാ. ഇത് ഫസ്റ്റ് ഓവർ കൊടുക്കാനുള്ളതാണ്. നിങ്ങൾ ഫസ്റ്റ് ഓവർ കഴിഞ്ഞിട്ടല്ലേ സ്ട്രൈക്ക് വിളിക്കൂ. ഇവന്മാർക്ക് എന്താ പിന്നെ ക്ലാസ് തുടങ്ങുന്നതിന്? എടാ, PR വർക്കാടാ. അവന്മാർക്ക് പിള്ളേർ ക്ലാസ്സിലാണോ? ഒറ്റ ഷോ. അവനൊക്കെ നല്ല പ്രായം ഉണ്ടല്ലോ, ഇപ്പോഴും സമരം വിളിച്ചടക്കണം. நல்லா இருக்கு. എന്ത്? അതായത് അവളെ NIT ഡാൻസ് കോമ്പറ്റീഷനും ആയിക്കാറുന്നില്ല. അപ്പം 2 ആഴ്ച നമുക്ക് സംസാരിക്കാനൊന്നും പറ്റില്ലായിരുന്നു. അപ്പൊ തിരിച്ചു വന്നതിന്റെ ഒരു ഗിഫ്റ്റ്. ഡ്യൂപ്ലിക്കേറ്റാ. തുടരല്ല, അത് സൈക്കിൾ ചാനാണ്. സൈക്കിൾ എന്തിന്? ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗിന്റെ ഒരു ഓർമ്മയ്ക്ക്. ഗുഡ് ഗുഡ്. അല്ല, അത് സൈക്കിൾ ചെയിനും തമ്മിൽ എന്താണ് ബന്ധം? അത് അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ അവള് ഭയങ്കര സുന്ദരിയായിരുന്നു. ഇപ്പോഴും സുന്ദരിയാണ്. ക്രിഞ്ച്. അപ്പൊ അന്ന് ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് വന്ന വഴി അവളെ സൈക്കിൾ അടിച്ച്. അപ്പൊ നീ ഓടിപ്പോയി അവളെ എടുത്ത് പൊക്കി കണ്ണും കൊണ്ട് ലോക്കായി നിങ്ങൾ തമ്മിൽ പ്രണയായില്ലേ? അതല്ല,
ഞാനടിച്ച് എന്റെ സൈക്കിൾ അടിച്ച്. അപ്പം അത് കഴിഞ്ഞിട്ട് അവള് ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ ഞാനാണ് 2 ആഴ്ച നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിരുന്നത്. അങ്ങനെ പയ്യെ പയ്യെ സെറ്റായി. ഇതൊന്നും കാണാനും കൂടെ ഉള്ള താണി എനിക്കില്ല. അപ്പൊ ക്രീം ബണ്ണോ? ചേട്ടാ ക്രീം ബൺ പൊതിഞ്ഞെടുത്തോ? ക്രീം ബൺ എടാ ഞാൻ എഞ്ചിനീയറിംഗ് ഒക്കെ നിർത്തിയിട്ട് വല്ല പടം പിടിച്ചാലോ ആലോചിക്കണം. ശക്തിമാനൊക്കെ വെച്ചിട്ട് അതാണ് എന്റെ കരിയർ എന്ന് തോന്നുന്നുണ്ടാ. അതാവുമ്പോ നിന്റെ ഒന്നും മോന്റെ ഡെയിലി കാണണ്ടല്ലോടാ. എങ്ങനെയുണ്ട്? ശക്തിമാൻ നിർത്തിയതാ, പുള്ളി പോയി. വയസ്സായ പുള്ളി ആണല്ലോ. ടോനോ ചെയ്താ പോരെ? ടോവിന് പറ്റില്ലടാ. മിന്നൽ മുരളിയൊക്കെ ചെയ്ത് മിന്നൽ മുരളി കിട്ടൂല. എടാ നിർത്താവോ? ഇവിടെ നമ്മുടെ പ്രായത്തിലുള്ള പിള്ളേരോടെ കൊടിയും പിടിച്ച് സമരം ചെയ്തോണ്ടിരിക്കേണ്ടല്ല ശക്തിമാനും മിന്നൽ മുരളി. അല്ല ഈ സമരം കോളേജിൽ 4 ഊള പിള്ളേർ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ ശക്തിമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻ ഇന്ത്യൻ. എന്താണ് നീ ഇവിടുത്തെ തുടലൊക്കെ പിടിച്ചില്ലേ? ഹംസാദേ എന്താടാ ബ്രേക്കപ്പ് ആണോ? ഇല്ല, പക്ഷെ ആവും. ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? നീ ആദ്യം സംസാരിച്ചിരുന്നത് നീയല്ലേ? ഇപ്പൊ എന്തായിക്കണേ? ജീവിത ഇന്ന് സ്ട്രൈക്കാണ്. കപ്പിന് ട്രീറ്റ് നമുക്ക് ഇന്നലെ പ്ലാൻ ചെയ്താലോ? നീ കാണുമല്ലോ അല്ലേ? വെറുതെ പറ്റിക്കരുത്. ഞാൻ നോക്കാം. അയ്യോ വരാട്ടോ, വണ്ടിയെല്ലാം റെഡിയാണ്. എടാ ഞങ്ങളൊന്ന് പേഴ്സണലായിട്ട് സംസാരിച്ചോട്ടെ പ്ലീസ്. നിന്റെ കാമുകിയോട് തനിച്ച് സംസാരിക്കാൻ എന്റെ പെർമിഷൻ ആണോ? അത് കൊള്ളാം. ജീവിക പെട്ടെന്ന് പോര്. എടി എന്താ നടക്കുന്നവിടെ? എടാ നിന്നെ കാണാതിരിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ നിനക്ക് അഡ്മിഷൻ കിട്ടിയ അതേ കോളേജിൽ നിന്റെ അതേ ബ്രാഞ്ചിൽ ജോയിൻ ചെയ്തത്. അതിന് എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് നല്ലോണം അറിയും. അതേ എനിക്കാണ് 10 ദിവസം നിന്നെ കാണാതിരുന്നിട്ടും ഒന്നും തോന്നാത്തത്. That means there's something wrong. എടാ അവക്ക് വേറെ ആരെങ്കിലും? എനിക്കറിയില്ല. അവള് കാരണം തെളിച്ചു പറഞ്ഞിട്ടില്ല. എടാ ഉള്ളത് പറയാല്ല. കാരണം ഇപ്പൊ നീ ആവാൻ സാധ്യതയുണ്ട്. ഞാനാ? നീ തന്നെ. അവളാണെങ്കിൽ ഏത് സമയം അവളുടെ കൂട്ടുകാരപ്പം ട്രിപ്പൊക്കെ പോണായിരുന്നു. നീ ആണെങ്കിൽ ഈ മൂലയ്ക്ക് ഒതുക്കി ഇരിക്കുന്ന ചേരൂലടാ. എടാ ഒന്നുമല്ല, നീ നോക്ക്. അവളിരിക്കുന്ന അവിടെ, ഞാൻ ഇരിക്കുന്ന ഇവിടെ. ഈ ഡിസ്റ്റൻസ് ആണ് പ്രശ്നം. എടാ ഇപ്പത്തുള്ള ഈ അവസ്ഥ മാമയുണ്ടല്ല, ഇത് ബ്രേക്കപ്പ് ആണെന്ന് നീ അംഗീകരിക്കണം. അവളെ വിടു. നീ പറയണ പോലെ അത്ര എളുപ്പമല്ല അത്. എടാ നോക്കി, നീ ഇപ്പൊ ഉടനെ ജർമ്മനിക്ക് പോയില്ലേ? അതിനിടയ്ക്ക് എന്തിനാണ് ജീവിക്കായിട്ട് ഈ ഇല്ലാത്ത കോംപ്ലിക്കേഷൻസ് ഒക്കെ? അതാ പറയണത്, പെട്ടെന്ന് തീർക്ക്. ശരി, ഞാൻ ഇപ്പൊ എന്താ ഒരു ഐഡിയ ഉണ്ട്. നടക്കൂലെന്ന് അറിയത്തില്ല. നീ ഒരു പേപ്പർ എടുക്കുക. അതിൽ നീ അവളെ പറ്റി തോന്നുന്ന എല്ലാം എഴുതുക. തെറിയാണെങ്കിൽ അതും ഒഴിക്കും. നിന്റെ വിഷമം എല്ലാം എഴുതി തീർന്നു മനസ്സിലാവുമ്പോ നീ ആ പേപ്പറിന് തീ വെക്കുക. അത് കത്തിച്ചാമ്പലാവുമ്പോ ഒരു സമാധാനം കിട്ടും. കൊള്ളാടാ, സൂപ്പർ ഐഡിയ. താങ്ക് യു. കുറെ ഹിന്ദി പടം കണ്ട് വന്നേക്കണം. എടാ ഒരു പേപ്പർ തരാമോ? സാറേ ഇന്ന് സമരമാണ്. സമരം വരട്ടെ, അതുവരെ പഠിക്കാം. നാശം പിടിക്കാനായിട്ട് So today we are learning about parabolic. ആരാടാ എറിഞ്ഞ? ഇതാരാ ചുരുട്ടി എറിഞ്ഞെന്ന്? നിന്റെയൊക്കെ വീടുകൾ കാണിക്കുന്ന പരിപാടിയാണോ ക്ലാസ് റൂമിൽ ഒരു അധ്യാപകനോട് കാണിക്കുന്നത്? അയ്യോ എന്തല്ലാന്ന്? നിനക്കൊക്കെ അഹങ്കാരമാണ്. ഒരുത്തൻ പഠിപ്പിച്ചോണ്ട് ഇവിടെ നിൽക്കുമ്പോ ഫ്രണ്ട് ബെഞ്ചിലിരുന്ന് താൻ എന്താണോ ഉണ്ടാക്കുന്നത്?
സാർ ഒരു അത്യാവശ്യത്തിനായിരുന്നു. എന്ത് അത്യാവശ്യം? അവന്റെ പുതിയ കാർട്ടൂൺ ഇറങ്ങി കാണും സാറേ. ആരാടാ കമന്റ് അടിച്ചത്? ഞാനിത് വായിച്ചിട്ട് തന്റെ അത്യാവശ്യം തരാം. പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ ക്യാമ്പസിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഒരാൾ നിൽക്കുന്ന കണ്ടില്ലേ? സമരമല്ല സാറേ, അതിന് ഒരു മിനിമം മര്യാദ കാണിക്കണോ? സാറേ വെറുതെ അലമ്പാക്കരുത്. തനിക്ക് എന്തെങ്കിലും ഇവിടെ സംസാരിക്കണമെങ്കിൽ മര്യാദയ്ക്ക് എന്റെ പെർമിഷൻ എടുക്കണം, മനസ്സിലായി? നിങ്ങളോടൊക്കെ മര്യാദ സംസാരിച്ചിട്ടാണ് വിദ്യാർത്ഥി സമൂഹം ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാറേ നിങ്ങളുടെ ബ്രാഞ്ചിൽ നിങ്ങളെ തെരഞ്ഞെടുത്ത എച്ച്ഒഡിയുടെ യോഗ്യതയുടെ പേരിലാണ് ഈ സമരം. മനുഷ്യന്മാരെ പോലെ സംസാരിക്കണോ? സാറേ വീട്ടിൽ പെണ്ണുമ്പിള്ളേറ്റ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ ഇവിടെ പിള്ളേരുടെ നെഞ്ചത്തോട് തീർക്കരുത്. പറയുന്നു. എന്താ പ്രശ്നം? ഹലോ ഹലോ ഹലോ, എന്താ പ്രശ്നം? സമരം വിളിക്കാൻ വന്നാണ് സാറേ ഇയാള് വെറുതെ. സാറേ പിള്ളേര് സമരം വിളിച്ചിട്ട് അങ്ങ് പോവില്ലേ? ക്ലാസ് മുറിയിൽ തോന്നിയാസം കാണിച്ചിട്ടാണോ സമരം വിളിക്കുന്നത്? പിന്നെ നമ്മൾ പറയുമ്പോൾ സമരം വിളിക്കാൻ പറ്റും സാർ? അയ്യോ അടിച്ചു. ഇവന്മാര് പുറത്തിറങ്ങിയാലേ ഇതിന്റെ അപ്പുറം കാണിക്കും. സാറേ പിള്ളേരായ പ്രതികരിക്കും, തെറ്റ് കണ്ട പ്രതികരിച്ചോട്ടെ, അത് പുറത്തിറങ്ങിയാൽ ചെയ്യട്ടെ. നീ പറയാനുള്ള പറഞ്ഞ. നിങ്ങളുടെ ബ്രാഞ്ചിൽ എച്ച്ഒഡി, അതായത് നിങ്ങളുടെയൊക്കെ സർട്ടിഫിക്കറ്റ് ഒപ്പിടേണ്ട അതേ ആളുടെ പേരിൽ തന്നെയാണ് ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത്. അതുകൊണ്ട് മറ്റാരേക്കാളും നിങ്ങൾ ഈ സമരത്തിൽ സഹകരിക്കണം, ക്ലാസ് ബഹിഷ്കരിക്കണം. എന്ത് പറ്റിയ സാറേ മൂക്കില്? നശിച്ച പിള്ളേര് അടിച്ചു കൂട്ടും. ബാക്കിയുള്ള സാറന്മാരെ പോലെ പിള്ളേരെ ചാക്കിടാൻ നമുക്കറിയില്ലല്ലോ. രഞ്ജിത് സാറേ പറയുന്നോണ്ടെന്ന് തോന്നരുത്. സാറിനല്ലെങ്കിലും പിള്ളേരോട് ഒരല്പം ചായ്വ് കൂടുതലല്ലേ, അത്ര നല്ലതല്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ ഡിപ്പാർട്ട്മെന്റിലുള്ള നമ്മളൊക്കെ കാണും. എനിക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല സാർ. നമുക്ക് മുകളിലുള്ള എച്ച്ഒഡിയെ മാറ്റാനാണ് പിള്ളേർ ഈ മുറവിളി കൂട്ടുന്നത്. അതിന് ചിലരൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലാവും. എന്തായാലും എക്സ്പീരിയൻസ് നോക്കിയിട്ട് എച്ച്ഒഡി. രാഘവൻ സാറിന്റെ പിള്ളേര് ഓഫീസിൽ പൂട്ടി വെച്ചിരിക്കുക, പെട്ടെന്ന് വാ. സാറ് വരുന്നില്ലേ? അല്ല, എക്സ്പീരിയൻസ് ഉള്ള നിങ്ങൾ പോയിട്ട് വാ. എക്സ്പീരിയൻസ് സാർ ഇയാൾ ഇതിനകത്ത് നിന്ന് സ്ഥാനമാറ്റം ചെയ്യാതെ ഒരു രീതിയിൽ ഞങ്ങൾ സഹകരിക്കാൻ പോകുന്നില്ല. മാറ്റില്ല എന്ന് പറഞ്ഞില്ല, പക്ഷെ അയാൾക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് ഇതിലൊരു തീരുമാനം ഉണ്ടാവുന്നത് നമ്മൾ ആരും ഇവിടുന്ന് മാറാൻ പോകുന്നില്ല. ചൂടാവില്ലടാ പ്രവീണെ, കാര്യങ്ങൾ സമാധാനമായിട്ട് പറ. സാർ ഇയാളെ സർട്ടിഫിക്കറ്റ് വ്യാജാണെന്ന് കണ്ടാലറിഞ്ഞു. സാറേ പിള്ളേര് പറയുന്നതിലും കാര്യമുണ്ട് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ സമാധാനമായിട്ട് പറ. സാറേ കൂടുതലൊന്നും സംസാരിക്കാനില്ല. ആ രാഘവൻ സാറിനെ എത്രയും പെട്ടെന്ന് ഡിസ്മിസ് ചെയ്യണം. ഡിസ്മിസ് ചെയ്യണം? അതെ സാറേ, ഈ വിഷയം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം. സാർ ഒരു കാര്യം കൂടെ, അടുത്ത ചൊടിയെ ഉടനെ തന്നെ നിയമിക്കണം. അതൊന്നും പറ്റില്ല. അതെന്താണ്? അതിനൊക്കെ തീരുമാനം എടുക്കാൻ കുറച്ച് സമയം വേണം. ഈ സമയം കാര്യമൊക്കെ നോക്കിയിട്ട് തന്നെയാണല്ലോ രാഘവൻ സാറിനെ ചൊടിയാക്കിയത്. അതെ, നിങ്ങളുടെ കാര്യം കഴിഞ്ഞല്ലോ, ഇനി ഞങ്ങൾ സംസാരിച്ച്. സാറേ തോന്നിയ പോലെ ഒരാളെ കൊണ്ടൊന്നും ഇവിടെ നിയമിക്കാനൊന്നും പറ്റില്ല. അതിന് അർഹിച്ച ഒരാൾ തന്നെ വേണം. അത് രഞ്ജി സാറാണ്, ആളെ തന്നെ നിയമിക്കണം. അത് നടക്കില്ല. എക്സ്പീരിയൻസ് കൊണ്ട് എച്ച്ഒഡി ആവേണ്ടത് ഷാജി സാറാ. ആ ബെസ്റ്റ്. അതിന് എക്സ്പീരിയൻസ് മാത്രം പോരാ, യോഗ്യത കൂടെ വേണം. അതെ, ആരെ നിയമിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. സാർ അത് പറ്റില്ല സാറേ, നീ വിളിക്കടാ. സാറേ ഈ സമയത്ത് എന്തുകൊണ്ട് ഇവിടെ എച്ച്ഒഡി ആവാൻ യോഗ്യൻ? അത് ഷാജി സാറാണ്. കൺഗ്രാറ്റ്സ് ഷാജി സാർ. ഓക്കെ, ഹാപ്പി ഹാപ്പി. തോറ്റിട്ടില്ല തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. சூப்பராக இருந்துச்சு. ஃபர்ஸ்ட் எடுத்தோடனே அந்த இது இது அந்த அடக்கம் பண்ணியிருக்கிற அந்த இடத்துல இருந்து ஏதோ ஒரு கீ மாதிரி ஏதோ ஒன்று எடுக்கிறாங்க. அதுக்கப்புறம் வந்து கட் பண்ணால் அப்புறம் வந்து காலேஜில் வந்து காமிக்கிறாங்க. நம்ம சுராஜ் சார் வந்து கிளாஸ் எடுக்கிறாங்க. அவரையும் வந்து போட்டு வந்து கிண்டல் பண்ணுறாங்க. என்ன பண்ணாங்கன்னு சொல்லிட்டு தெரில. ஒருத்தர் வந்து மூக்கில் வந்து குத்திட்டாரு. அது அப்படியே வந்து பிரச்சனை ஆகிட்டு இவங்க வந்து பார்த்தீங்கன்னா டிஸ்மிஸ் வந்து பண்ணணும் அப்படின்னு சொல்லிட்டு வேற ஒருத்தவங்க சொல்லிட்டு இருக்காங்க. அடுத்த ஹெச்ஓடி யாருன்னு சொல்லி பார்த்தா நம்ம சுராஜ் சார் வந்து நியமிச்சிருக்காங்க.
அப்படியே வந்து பார்த்தீங்கன்னா சீன் வந்து போயிட்டுருக்கு. நெக்ஸ்ட் என்ன சீன் வந்து சொல்லிட்டு நெக்ஸ்ட் சீனில் வந்து பார்ப்போம். ஓகே, இந்த வீடியோ வந்து கண்டிப்பாக உங்களுக்கு பிடிக்கும்னு நினைக்கிறேன். பிடிச்சா மறக்காம ஒரு வீடியோக்கு லைக் பண்ணிட்டு சப்ஸ்கிரைப் பண்ணாமல் நீங்கள் பாருங்க. கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்கள். மறக்காம இந்த வீடியோக்கு லைக் பண்ணுங்கள். இது போல் நல்ல வீடியோ நம்ம நெக்ஸ்ட் சந்திப்போம். பாய்.